മലപ്പുറം ജില്ലയിൽ നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. 5 വാർഡുകളിലെ കണ്ടെയ്ൻമെന്റ് സോൺ ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിലാണ് ഈ പുതിയ തീരുമാനം. നിപയിൽ 16 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി എന്ന ആശ്വാസകരമായ വാർത്ത കൂടി മലപ്പുറത്ത് നിന്ന് വരുന്നു. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ ടെലിഫോണിൽ ചേരുന്നു. ബിപിൻ, വിശദാംശങ്ങൾ. SKN 23 വയസ്സുകാരൻ നിപ ബാധിച്ച് മരിച്ച സാഹചര്യത്തിലാണ് മലപ്പുറം ജില്ലയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത്. 2 ആഴ്ച മുൻപാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. ഇതെല്ലാം തന്നെ പിൻവലിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. നിപയിൽ മാസ്ക് നിർബന്ധമാക്കി മലപ്പുറം ജില്ലയിൽ ഉത്തരവുണ്ടായിരുന്നു. ഇത് പിൻവലിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ തിരുവാലി പഞ്ചായത്തിലെ 4 വാർഡുകളിലും മമ്പാട് പഞ്ചായത്തിലെ 1 വാർഡിലുമാണ് കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിരുന്നത്. ഈ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കി. ഇവിടെ നാളെ സ്കൂളുകൾ തുറക്കും. ഒപ്പം തന്നെ കൂട്ടം കൂടരുത് എന്നതടക്കമുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിയന്ത്രണങ്ങളുമാണ് നിലവിൽ ഒഴിവാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് 16 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. ഇതോടെ നിപയിൽ 104 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആവുകയും ഈ രോഗം വരാനുള്ള ഒരു പീരീഡ് കഴിഞ്ഞു പോവുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചിരിക്കുന്നത്. SK വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് ഒരു ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വ്യാപകമായ വ്യോമാക്രമണം ഉണ്ടായി. വ്യാപകമായ മനുഷ്യക്കെടുതിയാണ്, ഒരുപക്ഷേ മനുഷ്യന് വിനാശമാണ് ഈ ലെബനിലും മറ്റ് പ്രദേശങ്ങളിലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വംശഹത്യയിലാണ് ഇസ്രയേൽ ഏർപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ വിദേശകാര്യ ലേഖകൻ PP ജെയിംസ് തത്സമയം ചേരുന്നു. ജെയിംസ്, താങ്കൾ അവിടെ തന്നെ നിൽക്കുക. ഞാനൊരു ഇടവേള എടുത്ത വേഗം മടങ്ങി വരാം. ബ്രേക്ക്.